ക്യാരക്ടർ സ്വിച്ച് ചാലഞ്ച് ആണ് ഗൈസ്. ഇവനെ ഞാൻ എക്സ്പോസ് ചെയ്യും. ഇതൊക്കെ പോയി ഗൈസ്, കാരണം പാന്റ് സിബ് പൊട്ടിപ്പോയി. അപ്പൊ രാമൂട്ടിന്റെ പാന്റിന് മാത്രം കൺസെഷൻ നമുക്ക് കൊടുക്കാം. പാസ്പോർട്ട് കൂടി പണത്തിരിക്കട്ടെ. ഒരു മൂടില്ല. ഇവൻ ക്യാരക്ടറായിട്ട് ഭ്രാന്താവണം. ഞാൻ പോണോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ക്യാരക്ടർ സ്വിച്ച് ചാലഞ്ച് ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ വന്നിട്ടുള്ള ഒരു ചലഞ്ചാണ്. അപ്പൊ ഇത്രയും നാളും ചെയ്യാനത് ലൈക്ക് നമുക്കും ഒരു ചലഞ്ച് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് നമ്മളിത് ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്, അല്ലേ? ആവേശം പോത്തു, കാരണം ഇവനെ ഞാൻ എക്സ്പോസ് ചെയ്യും. രാമോ ബിഹൈൻഡ് ദ ക്യാമറ നിങ്ങൾ ഞാൻ കഴിച്ചു തന്നെ പോവുകയാണ് ചെയ്ത്. അപ്പൊ നമ്മൾ ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. ഞാൻ ഇനി മുതൽ രാമൂട്ടൻ അർജുനും ആവാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞപ്പോ ഹുഡിയും മുണ്ടും ഇഷ്ടപ്പെട്ട ഡ്രസ് എന്താ അറിയില്ല, പുറത്ത് ഭയങ്കര ഞാൻ എന്റെ ഡ്രസ് ഇതാണ് കേട്ടോ. കരകോ പാന്റ് ഷർട്ട് പാന്റൊന്നും ഇടൂലേ? ഒരു കാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ രണ്ടെണ്ണം ഇടാൻ പറ്റുന്നില്ല. നടക്കണ കാര്യമില്ല. സോ ഗൈസ്, നമ്മളപ്പോ ഡ്രസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, എണീറ്റോ? അങ്ങോട്ട് വരാം. കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാന്റ് മാറ്റണടാ. ഉടുപ്പില്ലാത്തീനോട്ട് ഞാനല്ലേ കളിക്കുന്നത്. ഞാനെന്താ കേണല കണ്ണാടി ഉണ്ടാണെങ്കിലും ഈ പാന്റെല്ലാം പൊട്ടി. പാന്റ് മാറ്റുന്നോ? പാന്റ് മാറ്റണം തോന്നുന്നു ഗൈസ്, കാരണം എന്റെ ഉടുപ്പ് അങ്ങനെ രാമോട്ടിന് ഇരിച്ചേക്കണേണ്. ഇതൊക്കെ ഇന്നത് കഴുത്തേ കൂടെ കെട്ടിത്തൂക്കിട്ട് അതുപോലെ ഇനി പാന്റ് പോയി ഗൈസ്, കാരണം പാന്റ് സിബ് പൊട്ടിപ്പോയി. അപ്പൊ അതുകൊണ്ട് മാത്രം നമുക്ക് പാന്റിന് ഒരു കൺസെഷൻ കൊടുക്കാം. എനിക്ക് എന്തെങ്കിലും അപ്പൊ രാമൂട്ടിന്റെ പാന്റിന് മാത്രം കൺസെഷൻ നമുക്ക് കൊടുക്കാം. അല്ല, അമ്മൂട്ടിയുടെ അവളുടെ പാന്റിന് നമ്മള് ക്യാരക്ടർ ആയിട്ട് രാമൂട്ടാ. അപ്പൊ അവളുടെ പാന്റ് സിബ് പൊട്ടിയതുകൊണ്ട് അവൾ പാന്റ് മാറാൻ നമ്മള് സമ്മതിച്ചേക്കാണ്. ഓക്കെ, അപ്പൊ ഞാനും വല്ല ബെൽറ്റ് വരട്ടെ, ഇല്ലെങ്കിൽ മുണ്ടൂരിപ്പോയി ബാനായിപ്പോ. ഓക്കെ, ക്യാരക്ടർ ആയി കഴിഞ്ഞു. ഒരു പണി പഠിക്കണ്ട. എനിക്ക് എഡിറ്റ് ചെയ്യണ്ട്, ശല്യാക്കല്ലേ. അൽഫ മറ്റേ ക്ലാസിന്റെ കാര്യം എന്തായി? ഏതെങ്കിലും പിള്ളേര് വന്ന് ചേരാൻ മതിയായിരുന്നു. ഇവളല്ലേ പഠിപ്പിക്കണത്, പിന്നെ എങ്ങനെ ചേരാനാ? മര്യാദക്ക് ചെയ്യ്. ഇതൊക്കെ ഒന്ന് പൊടി തട്ടി വെക്കാൻ ആ ചേച്ചി വരാറില്ലേ അൽഫ പൊടി തുടയ്ക്കാനായിട്ട്? 2 ദിവസമായിട്ട് വന്നില്ലേ? ഓ ശേ, ഇവിടെ മൊത്തം പൊടി ഞാൻ തന്നെ എല്ലാം തൂക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ കൊച്ചേ നീ വല്ലതും കഴിച്ചാ? ശല്യാക്കില്ല, ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല. ഇതൊരു ക്രിയേറ്റീവ് സാധനാ, അങ്ങനെ ശല്യാക്കരുത്. കൊച്ചു നീ വല്ലതും കഴിക്കൊന്ന് പോയാ ശല്യാക്കാട്. എന്തെങ്കിലും ജ്യൂസ് എടുക്കട്ടെ? എന്താ മോളെ?
മോളെ ഞാൻ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മള് രാമോട്ട 21, 24 ഡേറ്റ്സ് ഒക്കെയാണ്. ഓക്കെയാണ്, അവക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്, ഇനി അവക്ക് ഓക്കെ അല്ലെങ്കിൽ എനിക്ക് ഓക്കെയാണ്. ഓക്കെ മോളെ, നീ എന്തെങ്കിലും കഴിക്കും മോളെ. എടാ എന്തൊരു ശല്യം നിന്നെ കൊണ്ട്. ഞാൻ ജ്യൂസ് എടുത്തിട്ടായിരുന്നു, ജ്യൂസ് എടുത്തിട്ടായിരുന്നു. നീ ഇങ്ങനെ തന്നെയാണ് എനിക്ക് സമ്മതിക്കൂല മനുഷ്യനെ. ജ്യൂസ് നോക്ക്, അപ്പൊ അവളെ നീ കഴിക്കാനൊക്കെ ഓർമ്മിപ്പിക്കാനോട്ടാ. ടയേർഡ് ആവുന്നുണ്ട് അവൾ ഒരുപാട്. എനിക്ക് മോളെണീറ്റ്, എനിക്ക് മോളെനിക്ക് കാര്യം എടുക്കണ്ട മോളുടെ. എന്താണ് കൊച്ചെ നീ ഇങ്ങനെ സ്വന്തം കാര്യം നോക്കാത്തത് കൊച്ചേ? എടാ എഡിറ്റ് ചെയ്യട്ടെ, എനിക്കെന്താ പറഞ്ഞാ മനസ്സിലാകും. ക്രിയേറ്റീവ് സാധനം നിനക്ക് നീ ശല്യാക്കല്ലായിരുന്നു. പോവാറുണ്ട്. ഓക്കെ, അപ്പൊ സ്വന്തം കാര്യം നോക്കാറായി അവളിപ്പോ. ഞാൻ വീട്ടുണ്ട് മോളെ. അമ്മൂട്ടി, പൊന്നു പൊന്നു, എന്താ പൊന്നു ഇങ്ങനെ? ഇതാണ് ഇതാണ് ശരി എന്നാ. നാളത്തെ മീറ്റിംഗ് ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. എവിടെ? ഞാൻ ദുബായിക്ക് പോണേണ്. അവളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെന്ന് വെച്ച് അവളെന്തോ ആന്ന് വിചാരിച്ചാ ഞാൻ പോണെന്ന് പറഞ്ഞേക്കോ. വെറുതെ എവിടെ ചെയ്യും പറ്റില്ലല്ലോ. ചേച്ചിയുടെ കാര്യം എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് അവളുടെ പാസ്പോർട്ടും വേണ്ട. വീട്ടിൽ നീ എന്റെ വീട്ടിൽ പോവാനേ നിന്റെ സമ്മതം വേണ്ട. ഞാൻ ദുബായിക്ക് പോവൂല. പാസ്പോർട്ട് നീ എടുത്ത് ഒളിപ്പിച്ചു വെച്ചോ. പക്ഷെ എന്റെ വീട്ടിൽ പോവാൻ എനിക്ക് സമ്മതം നിന്റെ വേണ്ട കേട്ടല്ലോ. ഞാൻ പോണേണ്. ഞാൻ ചാവി തരൂല. എന്റെ കാറിന്റെ ചാവി ഞാൻ തരൂല. ഓ നിന്റെ കാർ കേട്ടോ. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തില. എനിക്കടാ ഹലോ എനിക്കടി. ഞാൻ പോട്ടെ, കുറച്ച് സമാധാനം കിട്ടുന്ന സ്ഥലത്തേക്ക് ഞാൻ പോട്ടെ. ഇത്തിരി കെയർ ചെയ്തപ്പോ നിനക്ക് ആ കെയറിങ് വേണ്ടല്ലേ? എന്റെ സ്നേഹം നിനക്ക് വേണ്ടല്ലേ? ഇതാണ് ആ കോളേജ് സമയത്തില്ലേ. കോളേജ് സമയത്തില്ലേ എന്റെ പുറകെന്നവളോട് സമാധാനം. എന്നെ വിളിക്കരുത് കേട്ടോ. വിളിക്കില്ലെന്നോ? നീ എന്നെ വിളിക്കില്ലല്ലേടി. പക്ഷെ നീ എന്നെ വിളിക്കരുത്. ഞാൻ ഇവിടുന്ന് പോയാൽ നീ എന്നെ വിളിക്കരുത്. വിളിച്ചാ എന്ന് നീ എന്നെ വിളിച്ചത്? രാമൂട്ടാ നീ ഇപ്പൊ എന്നെ വിളിച്ചില്ലേ? ഇത് ഏത് രാമൂട്ടനാ നീ കാണിക്കുന്നേ? ഇത് എക്സ്പോസ് നമ്മുടെ കയ്യിലുള്ള രാമൂട്ടൻ. ഇത് കോഴ മേടിച്ചിട്ടുണ്ട്. ആരും എടുക്കുന്നത്? ഞാൻ പോവാണ് ഗൈസ്. എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇത് കൊറേ നേരം ആയില്ല എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഡാൻസ് പഠിപ്പിക്കാറില്ലേ? നീ ഡാൻസ് പഠിപ്പിച്ചു പോയിട്ട് ഒരു ഡാൻസ് പഠിപ്പിക്കും. ഇപ്പൊ പിള്ളേര് വരും. സ്റ്റുഡൻസ് ഇല്ലല്ലോ. സ്റ്റുഡൻസ് ഇല്ലേ? നീ അല്ലേ പഠിപ്പിക്കണത്, വെറുതെ അല്ല. എനിക്ക് സ്റ്റുഡൻസ് ഇല്ല, എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. എല്ലാം പറഞ്ഞ പോലെ തന്നെ. അല്ല എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. 5 മിനിറ്റ് അകത്തേക്ക്. ആൽഫ ഇന്നത്തെ ക്ലാസ് എപ്പോഴാ? 1 മിനിറ്റാ? 5 മണിക്ക് കൊച്ചു ക്ലാസ് ഉണ്ട്. 5 മണിക്ക്. നീ ഇവിടെ ഇരുന്നേ ശരിയാവൂലല്ലോ. അപ്പൊ ക്ലാസ് എടുത്തേ. ക്ലാസ് എടുക്കാനില്ല, പിള്ളേര് വന്നിട്ടില്ല. ചെല്ല് നീ പോയി AC ഒക്കെ ഓണാക്കി ഇട്. പിള്ളേര് വരുമ്പോഴത്തേക്കും പിള്ളേർക്ക് അടിപൊളി തണുത്തിരിക്കട്ടെ. ഒരു മൂടില്ലെന്നാ? ക്ലാസ് എടുക്കാൻ മൂടില്ലെന്നാ? പിള്ളേരിപ്പോ വരും കൊച്ചെ. എന്തു പറ്റി? എന്റെ കിട്ടുന്നില്ല. എന്ത് പറ്റി എന്റെ പൊന്നിന്? ക്ലാസ് എടുക്കാൻ മൂടി. ക്ലാസ് മാറ്റി വെക്കണോ? ക്ലാസ് മാറ്റി വെക്കാം. ആൽഫ കൊച്ചിന് വയ്യ, അതുകൊണ്ട് ക്ലാസ് മാറ്റി വെച്ചോട്ടാ. ക്യാൻസൽ ചെയ്ത് കളഞ്ഞോ? കൊച്ചിന് വയ്യാത്ത ഒരാഴ്ചത്തേക്ക് ക്യാൻസൽ ചെയ്യണോ? കളിച്ചോളും. എന്നാ കൊച്ചു പോയി ക്ലാസ് എടുക്ക. പോയില്ല എടുക്കണോ? കൊച്ചിനെ എടുക്കാം.
വാ കേറിക്കോ കേറിക്കോ കൊച്ചു കേറിക്കോ. ഞാൻ മുട്ട കൊണ്ട് അവിടെ കൊണ്ട് ഇറക്കാം. ഇയാളെ കൊണ്ട് ഇറക്കാനെന്താ നീ ഇങ്ങനെ തന്നെയാടാ. സ്വസ്ഥത വരൂല. ചെല്ലു വാ. ഐഡിയ കൊച്ചെ ക്ലാസ് എടുക്കാൻ കൊച്ചെ പിള്ളേര് വരും കൊച്ചെ. ഫോൺ കേട്ടോ. ആ ഫോൺ കിട്ടി. ഫോൺ കൊടുത്തത് Edit ചെയ്യാനുണ്ട്. ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എണീക്കില്ല. എന്താ എഡിറ്റിങ്? എഡിറ്റ് ചെയ്ത് സമയമില്ലാഞ്ഞിട്ടാണ് ഒരു എഡിറ്ററിന് വെച്ചത്. എന്നിട്ട് ഓൾ എഡിറ്റ് ചെയ്യണം. അങ്ങനെ നീ എഡിറ്റ് ചെയ്യണത്? സത്യം പറഞ്ഞ ഞാൻ എന്റെ റീൽ തന്നെ 100 പ്രാവശ്യം കണ്ടോണ്ടിരിക്കുക. ഒന്നും ഞാൻ അങ്ങനെ കാണണ്ട. എന്റെ റീല് ഫോൺ ഇന്ന് തന്നെയല്ല നിനക്ക്. നിനക്കിന്ന് ഫോൺ തന്നെ ഫോൺ ഇന്ന് തരുന്നില്ലെന്നോ? അയ്യോ കൊച്ചേ ചത്ത കൊച്ചേ. എന്റെ ഫോൺ എവിടെ? ഫോണില്ല എവിടെ? ഫോൺ എവിടെ? ചാവൂല. ഫോൺ എവിടെ? എന്റെ ഫോൺ എവിടെ? ആ ഫോൺ കിട്ടി. ഫോൺ കിട്ടി. ക്ലാസ് എടുക്കണി. ഈ ഫോൺ ഇങ്ങനെ വെക്കുന്ന ഒരു വിഷയം കണ്ടുപിടിച്ചോ രാമൂട്ട. ഇതിപ്പോ ഇങ്ങനെ കൈമ വെക്കാൻ പറ്റുന്ന രീതിയിൽ. കൊച്ചെ ഒരുപാട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അയ്യോ ഫോണിൽ ഞാൻ ചത്തു. നീ പോയി ക്ലാസ് എടുക്കടി. എടുക്കണോ? ആരാ? അപ്പൊ ഫോൺ എടുക്കോ? ഫോൺ എടുക്കണ്ട നീ തുടരെ. എന്റെ ഫോൺ. ഹലോ ഗായ്സ് കേൾക്കുന്നില്ലേ ഗായ്സ്? രാമൂട്ടൻ എന്നെ ഇങ്ങനെ പറയണേ ഗായ്സ്. ഹലോ ഗായ്സ് സ്റ്റുഡൻസ് ആണ്. ഇന്ന് ഇന്നെ കൊല്ലുവാണ് ഞാൻ. ഇല്ല രാമൂട്ടാ. എന്താ മോളെ? എന്താ കൊച്ചേ? രാമൂട്ടാ എന്താ വെച്ചേ? ഈ വയറൊന്ന് ഇപ്പുറം മാറ്റി തരുവാ. അത് നിനക്ക് തന്നെ ചെയ്തൂടെ? അയ്യോ അത് താഴെ എത്ര ദൂരത്താ രാമൂട്ടാ. നമ്മുടെ അടുത്ത് അപ്പുറം വെച്ച് തരുമോ? ഇനി എന്തെങ്കിലും വേണോ? AC ഇടുവാ. അത് സ്വിച്ച് ഒന്ന് AC ഇടുവാ. ഇനി എന്തെങ്കിലും ഒരു മന്തി കഴിച്ചാലെന്ന് തോന്നുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കും. അല്ല ഇപ്പൊ കഴിക്കണം. ക്ലാസ് കഴിഞ്ഞിട്ട് കളിക്കടി. അപ്പൊ എനക്ക് ഒരു മന്തി പോലും നിനക്ക് മേടിച്ചു തരാൻ പറ്റൂല അല്ലേ? അങ്ങനെ ഇത്രയും ഇതായിട്ട് എനിക്കറിയാം നീ നാട്ടിൽ കണ്ടാക്കല്ല മന്തി ഒരു മന്തിയല്ലേ നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എനക്കൊരു മന്തിയല്ലേ ചോദിച്ചിട്ടുള്ള ഒരു മന്തി മേടിച്ചു തരാൻ പറ്റില്ല. നീ എന്താ എനിക്ക് മന്തി മേടിച്ചു തരാത്ത? ക്യാരക്ടറായിട്ട് ഭ്രാന്താവണം. ഞാൻ നീ എവിടെയും പോലെ എനിക്ക് മന്തി മേടിച്ചാടാ. എനിക്ക് മന്തി മേടിച്ചതാ. ഇവന് ഭ്രാന്താണ്. ഞാൻ ഇതുപോലൊന്നല്ല. ശരിക്കും എവിടെ പോണേ? എനിക്ക് മന്തി മേടിച്ചു തരാണ്ട് എവിടെ പോണേ? എനിക്ക് മന്തി മേടിച്ചാ. അയ്യോ എന്റെ ഫോണ് എവിടെ? വെള്ളം ഫോണ് ആദ്യം. എന്റെ ഫോൺ എവിടെ? എന്റെ ഫോണ് ഏതെങ്കിലും ഒരു ഫോണാ? ഹലോ ഇത് ഫോണല്ല, AC റിമോട്ടോ അല്ലേ? ഫോൺ എവിടെ? എന്റെ ഫോണാ. അയ്യോ ഫോണ്. ആ ഫോൺ കിട്ടി. അയ്യോ ഫോൺ കിട്ടി. ഫോൺ കിട്ടി. എന്തിനാ ഔട്ടാ ഇപ്പൊ പറഞ്ഞേ? ഔട്ടാ എന്താ പറഞ്ഞേ? ഔട്ടാ എത്രാമത്തെ? 100ാമത്തെ ഡൈവേഴ്സാ? സോ ഗൈസ് ഇതാണ് നമ്മുടെ ക്യാരക്ടർ സ്വിച്ച്. എനിക്കിതൊന്നല്ലേ. പക്ഷെ കഴിഞ്ഞപ്പോ തലവേദന എടുത്ത് പണ്ടരം. എനിക്ക് ഭയങ്കര തലവേദന. ഇതെന്നെ ഞാനും പറഞ്ഞു. നിന്നെ കൊണ്ട് ഒടുക്കത്തെ തലവേദനയാണ്. പക്ഷെ ഞാൻ ഇതുപോലെ ഒന്നും അല്ല. ഞാൻ ഇതുപോലെ അല്ല. ഞാൻ ഇതുപോലെ എക്സാജറേറ്റ് ചെയ്തിട്ട് എക്സാജറേഷൻ ഒന്നും കൂടെ പറയാൻ പറ്റില്ല. അറ്റം ഞാൻ മന്തി ഇട്ടാണ്ട് ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കാറൊന്നും. ഇതൊക്കെ ചെറുത്. ഞാൻ പിന്നെ മയത്തില് കാണിച്ചേരുള്ളൂ. ഇവന്റെ കെയറിങ് കണ്ട. പിന്നെ ഇത്ര ഒന്നുമില്ലേ. ആകെ എന്റെ അടുത്ത് ചോദിക്കലേ ഇല്ല. അപ്പോഴത്തേക്ക് ഇത് കോമഡി. അപ്പൊ മന്തി തന്നെയാ ഗൈസ്.
അല്ല ആ കുറവുണ്ട്. പറയണ്ട് ഏകദേശം കേറി. അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഇനി വെറൈറ്റി കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് തരൂ. നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എന്റെ ശബ്ദമൊക്കെ പോയിട്ടാ ചത്തു പോവാറായി. എന്റെ മേലൊക്കെ നഖമൊക്കെ ഒരഞ്ഞ് ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഇവള്. മാറിക്കടി. ഇതന്നല്ലേ ഞാനും പറയാറ്. ഓടി അവിടുന്ന്. ഓക്കെ അയ്യോ എന്റെ ഫോൺ കാണുന്നില്ല. ഇങ്ങനെ ഒന്നുമില്ല. അയ്യോ ഫോൺ കിട്ടി. ഹലോ, ഞാനൊരു ദിവസം രാത്രി നോക്കുമ്പോ വെറുതെ AC റിമോട്ട് ഞെക്കിക്കൊണ്ടിരിക്കുക ഉറക്കത്തില്. ഇല്ല ഗൈസ്, ഇതൊക്കെ വെറുതെയാണ്. വളരെ ഞാൻ അധികം ഒന്നും ഫോൺ യൂസ് ചെയ്യാറൊന്നുമില്ല. രാവിലെ ഉച്ചക്ക് വൈകിട്ട് രാത്രി ഡാൻസ് പഠിപ്പിക്കുമ്പോ ഡാൻസ് കളിക്കുമ്പോ മാത്രമേ വർക്കിംഗ് ഇൻ ഫോൺ. അതുകൊണ്ടാണ് വേറെ ഈ ഡയലോഗ് തന്നെ എപ്പോഴും പറയാറ്. ഇല്ല. അപ്പൊ ഭയങ്കര സ്ക്രീൻ ടൈം ഒക്കെ കുറച്ചു. എത്ര? 24 മണിക്കൂർ പുറത്തെ സ്ക്രീൻ. അപ്പൊ ഗൈസ്, ബൈ ദ വേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ഇങ്ങനത്തെ കണ്ടന്റ് സജസ്റ്റ് ചെയ്യാ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഹല്ലേലൂയ. അത് ശരിക്കും കൊണ്ട് എനിക്ക് കിട്ടിപ്പോ